ഈ പച്ചത്തക്കാളി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ നല്ല ഫ്രഷ് പച്ചത്തക്കാളി വെച്ചിട്ട് അപ്പോൾ അതിന് ചെറിയ പുളി ഉണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു മീൻകറി ഉണ്ടാകും. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ 4 പച്ചത്തക്കാളി വീട്ടിലുണ്ടായത് എടുത്തിട്ടുണ്ട്. അതേപോലെ 4 സ്ലൈസ് നെയ്മീൻ, ഒരു 5-6 ചുമന്നുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ തേങ്ങ തിരുമിയത്. ഇതെല്ലാം കൊണ്ട് നമുക്ക് നല്ല ഒരു പച്ചത്തക്കാളി മീൻകറി ഉണ്ടാകും. അപ്പോൾ അതിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നാളികേരവും പച്ചമുളകും ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോവാം. അരപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സി എടുക്കുക. അതിനകത്തോട്ട് ആ ചെറിയ ഉള്ളി, പിന്നെ 5-6 വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ നല്ല പച്ച തേങ്ങ, ഇതെല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അതിനെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. ഇനി നമുക്ക് നല്ല ഒരു മൺകലം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആ മിക്സിയിൽ അരച്ച ഫൈൻ പേസ്റ്റ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കലത്തിലോട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചത്തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നല്ല ഇഞ്ചി നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ഫ്രഷ് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മീൻകറിക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ആ ഗ്രേവിയിലോട്ട് ആ നാളികേരം അരച്ച പേസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കണം. ആ ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇനി 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യണം. അതായത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടി, അധികം വേണ്ട, ജസ്റ്റ് ഒരു ടേസ്റ്റിന് മതി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ ഗ്രേവി ആ മൺകലത്തിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട്, പക്ഷേ ഇതിപ്പോൾ നല്ല കുറച്ച് കുറുകിയിരിക്കുന്ന ഈ ഗ്രേവി, അപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് വേവിക്കാനുള്ളതുകൊണ്ട് നമ്മൾ ആ മിക്സി കഴുകിയെടുത്ത വെള്ളം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഇളക്കി നോക്കണം. അപ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമ്മൾ മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് വേവിക്കാനുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഈ തക്കാളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അതിനകത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനെ നമ്മൾ മൂടി വെച്ചിട്ട് അതിനെ വേവിക്കുക. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് തുറന്ന് നോക്കി അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് തിളയ്ക്കണം. എന്നിട്ട് വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആ തക്കാളിയൊക്കെ അതിനകത്തൊന്ന് വേവാനായിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഞാൻ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു, തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ആ മീൻകറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ആ വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കണം. എന്നിട്ട് ചെറിയ തീയിൽ ആ മീൻ കഷ്ണങ്ങൾ വേവുന്നവരെ നമുക്ക് ഈ പച്ച തക്കാളി മീൻകറിയെ വേവിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി എന്നിട്ട് ഒരു കടുക് വറക്കുന്ന പ്രോസസ്സും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരപ്പും ചാറും എല്ലാം മീൻ കഷ്ണത്തിൽ മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ കടുക് വറക്കാനായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഞാൻ കടുകൊന്ന് പൊട്ടിച്ചു. അതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ ഉള്ളി ഇട്ട് നല്ല ചുമക്ക മൂപ്പിച്ചെടുക്കണം. കണ്ടോ, നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ചെറിയ ഉള്ളിയുടെ. നമുക്ക് ഇതിനകത്തോട്ട് ഇനി 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യണം. അതായത് നല്ല കറിവേപ്പിലയും വറ്റൽമുളകും. അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. അതായത് പിന്നെ ആ വറ്റൽമുളക് അങ്ങ് ആ ചൂടിൽ കിടന്നൊന്ന് മൂത്ത് വന്നോളും. എന്നിട്ട് നമുക്ക് ഈ കടുക് വറുത്തത് ആ വെളിച്ചെണ്ണയും നല്ല മൂത്ത ചുവന്നുള്ളിയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടെ ആ മീൻ കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ചുറ്റിച്ച് എല്ലായിടത്തോട്ട് യോജിപ്പിച്ച് ആക്കണം. അപ്പോൾ ആ മീൻ കറിയിൽ ഇതിൻ്റെ എല്ലാം ഫ്ലേവർ കിട്ടിക്കോളും. എന്നിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കറി ഏറ്റവും ബെസ്റ്റാണ്. പുളിക്കായിട്ട് തക്കാളി ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.